നമസ്തേ. മുഖ്യമന്ത്രിയുടെ കുടുംബസമേതമുള്ള ത്രിരാഷ്ട്ര സന്ദർശനം എന്തിനാ? ഇത് സ്വകാര്യ യാത്രയോ ബിസിനസ് ട്രിപ്പോ? മലയാളികൾ വേനൽ ചൂടിൽ വെന്തെരിയുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും മനസ്സും ശരീരവും കുളിർപ്പിക്കാനാണോ ബീച്ച് ടൂറിസത്തിന് പോയത്? ഏകദേശം 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിന് പണം ചെലവഴിക്കുന്നതാര്? മുഖ്യമന്ത്രി സ്വന്തം കീശയിൽ നിന്നാണ് കാശിറക്കുന്നതെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണെങ്കിൽ ഒളിച്ചുകളി എന്തിന്? ജനഡിബേറ്റ് ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടുന്നത്. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP വക്താവ് അഡ്വക്കേറ്റ് BG വിഷ്ണു എന്നിവർ ചേരുന്നു അതിഥികളായി. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് BN ഹസ്കറിൽ നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് ഹസ്കർ, ആദ്യ ചോദ്യത്തിന് ഉത്തരം. മുഖ്യമന്ത്രിയുടെ കുടുംബസമേതമുള്ള ത്രിരാഷ്ട്ര സന്ദർശനം എന്തിനാണ്? അൽനമ്പ്യർ, ഏറ്റവും അടിസ്ഥാനപരമായി യാത്രകൾ എല്ലാ മനുഷ്യരെയും ആത്യന്തികമായി ആഭ്യന്തരമായും അത് ഉന്മേഷം പകരുന്നതും സ്വാഭാവികമായും ആ ഉന്മേഷത്തോടൊപ്പം പുതിയ അറിവുകൾ നേടുന്നതിന് യാത്രകൾ എല്ലാ കാലത്തും സഹായിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ ലോകരാജ്യങ്ങൾ കണ്ടിരിക്കണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അങ്ങനെ അറിവ് നേടിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇങ്ങനെ ലോകരാജ്യങ്ങൾ കാണുന്നതിനെ നമുക്കൊരു തരത്തിൽ കുറ്റം പറയാനാവില്ല, അതിനെ ആക്ഷേപിക്കുന്നത് ശരിയുമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ നിങ്ങൾ ഉയർത്തുന്ന ചോദ്യം ഏറ്റവും പരമപ്രധാനമായി ഇങ്ങനെ ത്രിരാഷ്ട്ര സന്ദർശനം നടത്തുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനം മാത്രമാകുമ്പോൾ അവരുടെ സ്വകാര്യതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചർച്ചയാക്കാതിരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും ഇക്കാര്യത്തിൽ കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പരിഭവം. സ്വാഭാവികമായും ഒരു വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് എത്രത്തോളം അമിത പ്രാധാന്യം ഇന്ന് മാധ്യമങ്ങൾ നൽകുന്നു എന്നുള്ളതിടത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബസമേതവുമായി നടത്തുന്ന യാത്രയെ അത്തരത്തിൽ വക്രീകരിച്ചു കാണുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതിലേതോ തരത്തിലുള്ള ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്ന അർത്ഥത്തിലേക്ക് വാർത്തകൾ ചമയ്ക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയും കുടുംബത്തിനും വരുമാന സ്രോതസ്സുള്ള ആളുകളാണ്. സ്വാഭാവികമായും ആ വരുമാന സ്രോതസ് ഉപയോഗിച്ച് അവർ ലോകരാജ്യങ്ങൾ കാണുന്നുവെങ്കിൽ അതിനൊരു കുറ്റവും പറയാൻ ആവില്ല. ഇവിടെ കേന്ദ്ര അനുമതിയോടുകൂടിയാണ് ഈ യാത്ര മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്രാനുമതി നൽകുമ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ വിവരങ്ങളാണ് നൽകേണ്ടത് ഒരു മുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും മറ്റു രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോകുമ്പോൾ നൽകേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ ആ വിവരങ്ങളൊക്കെ നൽകിയതിനു ശേഷമാണ് യാത്രാനുമതി വാങ്ങിയിട്ടുള്ളത്. അപ്പോ ഇതിൽ യാതൊരു തരത്തിലും നിങ്ങൾ പറയുന്നത് പോലുള്ള സംശയം ജനിപ്പിക്കുന്ന യാതൊരു സാഹചര്യമില്ല. കാര്യം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമുക്കറിയാം. അടക്കം ഇന്റലിജൻസ് ബ്യൂറോ അടക്കം കേന്ദ്രത്തിന് കീഴിലുള്ള നിരവധി അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ പറന്ന് അവരുടെ കൈവശമെത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഇങ്ങനെ യാത്ര ചെയ്യുന്നുവെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ ആ വിവരം ലഭിക്കുക, എളുപ്പത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടുകയും അത് ചെയ്യേണ്ട ബാധ്യതയും കേന്ദ്ര സർക്കാരിന്. ഇവിടെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പറയാൻ ഒരു അവസരം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് എന്നിടത്താണ് മറ്റൊരു പ്രശ്നം ഉദിക്കുന്നത്. ഇതൊരു സ്വകാര്യ സന്ദർശനമായി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി സഞ്ചരിച്ചിട്ടുണ്ട്? അത് ഒഫീഷ്യലാണ് അഡ്വക്കേറ്റ് ഹസ്കർ, അതൊക്കെ ഒഫീഷ്യലാണ്, ഔദ്യോഗിക സന്ദർശനമാണ്. അല്ലാതെ കുടുംബസമേതം ഇങ്ങനെ ജോലി അടിക്കാൻ വേണ്ടി പോകുന്നതല്ല. അത് പ്യുവർലി ഒഫീഷ്യൽ വിസിറ്റ്. അങ്ങനെ നമുക്ക് പ്യുവർലി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കാൻ പാടില്ലായിരുന്നല്ലോ. ഈ മാനദണ്ഡം മുഖ്യമന്ത്രിക്കെതിരെ അല്ല, മുഖ്യമന്ത്രി നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇവിടെയുള്ള IAS ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ പുറത്തു പോയിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാനാണ്, പുതിയ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാനാണ് അങ്ങനെ അന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ IAS ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള IAS ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സന്ദർശിച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇവിടെ ഒരു ഒലക്കയും ഇവിടെ കൊണ്ടുവന്നിട്ടുമില്ല. നിങ്ങൾക്കറിയാലോ അതൊക്കെ, ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയല്ല, നമുക്ക് വിമർശിക്കുന്നതിനുള്ള അധികാരം. ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെ എന്ന് പറയുന്നിടത്താണ്. ഇവിടെ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ട യാതൊരു ആവശ്യവും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആണോ അല്ലയോ? ആണോ? നിശ്ചയമായി അങ്ങനെ തന്നെയാവണം. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊന്നും വെളിപ്പെടുത്താതെ പുറത്തോട്ട് പോകുന്നത്? ഏറ്റവും ചുരുങ്ങിയ പക്ഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയോടെങ്കിലും ഇത് പറയാമായിരുന്നു, അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയേണ്ടതല്ലേ? സംസ്ഥാന സെക്രട്ടറിയോടൊക്കെ പറയാതെ ഒന്നും പോകാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ല, ഇടതുമുന്നണി കൺവീനർ ജയരാജൻ അറിയില്ല, ആർക്കും അറിയില്ല. ഇത് ഈ കുടുംബം എടുത്ത് അദ്ദേഹം പോയത് എന്തിനാണെന്ന് ഏറ്റവും ലളിതമായിട്ടെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികത അദ്ദേഹത്തിനില്ലേ, മുഖ്യമന്ത്രിക്കില്ലേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അതല്ലേ താങ്കൾ പറയുന്നതൊക്കെ ശരി തന്നെ. ആരുടെയും പ്രൈവസിയിൽ കടന്നു കയറരുത്, സ്വകാര്യത അത് അവകാശമാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു സ്വകാര്യതയുണ്ടോ? അങ്ങനെ അല്ല. നമ്മൾ ഈ പ്രത്യയശാസ്ത്രപരമായി പരിശോധിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ സ്വകാര്യതയിലേക്കും കടന്നു കയറുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാനദണ്ഡമാകുന്നു എന്ന് പറയുന്നിടത്താണ് അവിടുത്തെ പിശക് വരുന്നത്. ഇവിടെ വലിയ പ്രശ്നം ഉദിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കും സ്വകാര്യതയിലേക്കും കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ്. അത് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുക വളരെ എളുപ്പമാണ്. കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുള്ള ഒരു യാത്ര, ആ യാത്രയിൽ ഏതെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകാതിരിക്കാമായിരുന്നല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഈ വിവരങ്ങൾ മുഴുവൻ അറിയാം. അങ്ങനെയെങ്കിൽ പിന്നീട് എന്തിന് ഇത്തരം ഒരു വിവാദം സൃഷ്ടിക്കുന്നതിനു വേണ്ടി, ഒരു ചർച്ചയ്ക്ക് വേദി ഒരുക്കുന്നതിനു വേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം ഉദിക്കുന്നത്. ആ രീതിയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അക്കാര്യത്തെ നമുക്ക് നേരിടാനാവും. അങ്ങനെ തന്നെ നാം ഇതിനെ കാണണമെന്ന് തന്നെയാണ് എന്റെ പക്ഷം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം നശിച്ചു, കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളെല്ലാം നശിച്ചു, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അവസാനത്തെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉയർത്തിവിടേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അതൊരു സ്വകാര്യ ചടങ്ങാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രൈവറ്റ് ട്രിപ്പാണ്, അതൊരു ബിസിനസ് ട്രിപ്പാണോ എന്ന് അറിയില്ല. എന്തായാലും അതിൽ ഒരു ഒഫീഷ്യൽ സ്വഭാവം ഇല്ല. പിന്നെ മാത്രമല്ല, ഈ പുറത്ത് പോകാൻ ബാങ്ക് ബാലൻസ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉണ്ട്. അതിൻ്റെ റവന്യൂ എന്താണെന്ന് വ്യക്തമാക്കേണ്ടതില്ല. ദേ ആർ ഫിനാൻഷ്യലി എന്താ പറയണ്ടേ, വെൽ ഓഫ് ആണ്. അപ്പോൾ തൽക്കാലത്തേക്ക് മുഖ്യമന്ത്രിയും കുടുംബത്തെയും അതുപോലെ മരുമോൻ മന്ത്രിയെ അങ്ങോട്ടേക്ക് അങ്ങ് വിടുക. നമ്മൾ അക്കാര്യമൊന്നും ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് ആസ്കറിൻ്റെ വാദം. അടുത്ത ഷാജഹാൻ, മുഖ്യമന്ത്രി കുടുംബസമേതം നടത്തിയ വിദേശ യാത്രകളുണ്ട്. പക്ഷേ അന്ന് അതിന് ഒഫീഷ്യൽ സ്വഭാവമായിരുന്നു, ഔദ്യോഗിക സ്വഭാവമായിരുന്നു. കാരണം IAS ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഭാര്യയും മകളും ചെറുമകനുമായി പോയ സോക്കോൾഡ് ഔദ്യോഗിക യാത്രകൾ, അങ്ങനെയാണ് അത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഇക്കുറി മരുമകൻ മന്ത്രിയുമുണ്ട്. മോളും മരുമോനും നേരത്തെ പറന്നു. അവർ നേരത്തെ ദുബായിലോട്ട് പോയി. തൊട്ടുപിറകെ മുഖ്യനും ഭാര്യയും പേരക്കുട്ടിയും ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും എന്നാണ് അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരോടും പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലോട്ട് വരില്ല എന്ന് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഉറ്റ അനുയായി ഫാരിസ് അബൂബക്കറുള്ള സിംഗപ്പൂർ, ഞാൻ ഷാജഹാനോട് പറയണ്ട, അദ്ദേഹത്തിന് ബിസിനസ് സംരംഭങ്ങൾ ഉള്ളതായി ആരോപിക്കപ്പെട്ട ദുബായിൽ ഇദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് ഉള്ള സ്വപ്ന സുരേഷാണ്. സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉയരും. ഇനി അറിയേണ്ടത് ഇന്തോനേഷ്യയിൽ ആരാണാവോ ഉള്ളത് എന്നുള്ളത് മാത്രമാണ്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. പക്ഷേ എന്തായാലും ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലൊന്നും പോകാൻ സാധ്യതയില്ല. അവിടെ ബീച്ചുകളുള്ളത് ബാലിയിലാണ്. ബാലി ദ്വീപ് സന്ദർശനത്തിനായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം പോയിട്ടുണ്ടാവുക. ഷാജഹാൻ,
ഔദ്യോഗിക യാത്രയെക്കുറിച്ച് അല്ല, അനൗദ്യോഗിക യാത്രയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സ്വകാര്യ യാത്ര ഇത് ബിസിനസ് ട്രിപ്പാണോ ആയിരിക്കുമോ? അല്ല, എനിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഒരാളിപ്പോൾ താമസിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ അത്രയും താമസം വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന മിസ്റ്റർ BN ഹസ്കർ, ഞങ്ങൾ ഒരുമിച്ചാണ് TV ചർച്ചയിൽ ആദ്യമായിട്ട് വന്നത്. ആ ഹസ്കർ പറഞ്ഞതിൻ്റെ കുറച്ചൊരു അവസാന ഭാഗം കേൾക്കേണ്ട ഒരു ദുര്യോഗം എനിക്കുണ്ടായി. ഞാൻ കുറച്ചുകൂടെ താമസം വന്നാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി. അല്ലേ, ഞാനൊരു കാര്യം പറയാം. ഇയാൾ അവിടുന്ന് പറയുന്നത് കേട്ടപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് അധിക നാളിത് ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. അധിക നാളിത് ഉണ്ടാവില്ല. അയാൾ അവിടെ നിന്ന് എന്താ വിളിച്ചു പറയുന്നതെന്നറിയാമോ? അയാളാണ് ഇപ്പോൾ ഏറ്റവും വലിയ വക്താവ് CPMൻ്റെ. എന്തെങ്കിലും ആവട്ടെ. അയാൾ അവിടെ നിന്ന് പറയുന്നത് ഇത് സ്വകാര്യതയാണ്, സ്വകാര്യതയിൽ കടന്നു കയറുന്നത്. എൻ്റെ പൊന്ന് ഹക്സറെ, ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ സ്വകാര്യത? ഇതെന്താ കോർപ്പറേറ്റ്, ഇതെന്താ വല്ല കമ്പനിയാണ് ഇവിടെ നടത്തുന്നത്? നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത്? ഞാനൊന്നും പഠിച്ച കമ്മ്യൂണിസത്തിനകത്ത് സ്വകാര്യതൊന്നും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരന് ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ഒരൊറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതൊന്നും ഇന്നത്തെ ഈ പുത്തൻകൂറ്റ് നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഇത് ബോധ്യാവില്ല, മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുണ്ടാക്കിയതാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഹസ്കറെ. PS അച്യുതാനന്ദൻ 1930-കളിലും 40-കളിലും നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമുണ്ട്. അതൊക്കെ നിങ്ങളൊന്നും എടുത്ത് വായിച്ച് നോക്കണം. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 40-കളിലൊക്കെ 5 രൂപയും കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അച്യുതാനന്ദനെ കുട്ടനാട്ടേക്ക് വിടും. 2 ദിവസം കഴിയുമ്പോൾ 5 രൂപ തീരും. എല്ലാവരും തിരിച്ചു പോകും. അച്യുതാനന്ദൻ തിരിച്ചു പോകില്ല. അയാൾ കുളത്തേക്ക് ചെന്ന് ഇറങ്ങി കിടന്നിട്ട് കുളത്തിലിരുന്ന് ഷർട്ടും മുണ്ടും കഴുകി അവിടെ ഉണങ്ങാനിടും. 3 മണിക്കൂർ കുളത്തിൽ കിടക്കും. കുളത്തിൽ കിടന്നിട്ട് ആ മുണ്ടും ഷർട്ട് ഉണങ്ങുമ്പോൾ അതിട്ടുകൊണ്ട് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിന് പോകും. അങ്ങനെ കെട്ടിപ്പൊക്കിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലായോ നിങ്ങൾക്ക്? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം സ്വകാര്യത നന്നായിട്ടുണ്ട്. ഇതെന്താ മൾട്ടിനാഷണൽ കോർപ്പറേഷനാണോ കേരളത്തിലെ പാർട്ടി? എന്നിട്ട് അയാളങ്ങ് പോവുകയാണ്. ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗതികേട് നിന്റെ പേരോ ഹസ്കർ എന്ന് വിളിക്കേണ്ടി വരുന്നു. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്, പറയുന്നതിൽ വിഷമമുണ്ട്. അല്ലല്ല, അങ്ങനെ വിടാനൊന്നും പറ്റില്ല അനിലേ. കാരണം അതുപോലത്തെ മണ്ടത്തരവും അസംബന്ധവും അയാൾ വിളിച്ചു പറയുകയാണ്. അയാൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറി. എന്തോന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇയാളെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ അവിടെ പോയല്ലോ. ആരാണ് പൈസ കൊടുത്തിട്ടുള്ളത്? ആരുടെ മുതൽ മുടക്കിലാണ് ഇയാൾ പോയിട്ടുള്ളത്? ഇയാൾ ആരാണ്? ഇയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമല്ല, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇയാൾ. ഇയാളുടെ വരുമാനം എന്താണ്? വരുമാനം എന്ന് പറയുന്നത് അയാളുടെ ശമ്പളവും അയാളുടെ TNDA ആണ് വരുമാനം. അതിൽ പകുതി പാർട്ടി കൊണ്ടുപോകും. അപ്പോൾ അയാളുടെ ശമ്പളവും അയാളുടെ TNDAയിൽ പകുതിയാണ് അയാളുടെ വരുമാനം. അയാൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ 19 ദിവസം പോവുകയാണ്. എവിടെ? ഇന്തോനേഷ്യയിൽ, സിംഗപ്പൂരിൽ. ഇതെന്താ അയാളുടെ തറവാട്? ഇതെന്താണ് എനിക്ക് മനസ്സിലാവുക? ആരുടെയാണ് പൈസ? ഏത് മുതലാളിയുടെയാണ് പൈസ? അത് പറയണം. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വകാര്യതൊന്നുമില്ല. എല്ലാ ഷാജഹാൻ ടീച്ചറുടെ പെൻഷൻ പണം ബാക്കിയുണ്ട്. കുറച്ചേ അങ്ങോട്ട് കൊടുത്തുള്ളൂ. അതെ, മകൾക്ക് കമ്പനി തുടങ്ങാം. ബാക്കിയുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് ഇതിനപ്പുറം നടക്കും. അയാൾ പോയിട്ട് വരും, തിരിച്ച് വീണ്ടും പോകും. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇയാളെ ന്യായീകരിക്കാൻ ചാനലിൽ വന്ന് ഉളുപ്പില്ലാതിരിക്കും. അതുകൊണ്ടാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഉളുപ്പുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ലജ്ജയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ റൊമാനിയയിലെ ഏകാധിപതിയായിരുന്ന നിക്കോളൈ ചെഷസ്ക്യുവിനെ ഞാൻ ഓർമ്മിപ്പിച്ചു. 1965 മുതൽ 1983 വരെ റൊമാനിയയെ അടക്കി ഭരിച്ചിരുന്ന നിക്കോളസ് ചെഷസ്ക്യുയെ അയാളെ ഭാര്യയും കൂടെ ഒരു ടോയ്ലറ്റിൽ കൊണ്ടുവരുത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു പിന്നീട് വന്ന ഭരണകൂടം. ഓർമ്മ വേണം ഇതൊക്കെ. ഏകാധിപതികളെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയി അവസാനിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഓർമ്മ വേണം. കമ്മ്യൂണിസ്റ്റുകാരനാണോ? ആ കമ്മ്യൂണിസ്റ്റുകാരന് സ്വകാര്യതയില്ല. പക്ഷേ പിണറായി വിജയന് സ്വകാര്യതയുണ്ട്. കാരണം എന്താണെന്നറിയോ? പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല. പിണറായി വിജയൻ ഇസ് എ ക്രാസ് കോർപ്പറേറ്റ്. അതുകൊണ്ട് അയാൾക്ക് ഇതുണ്ടാവും. ആരാണ് പിണറായി വിജയൻ?
ആരാ പിണറായി വിജയൻ? പിണറായി വിജയൻ ചെത്തുകാരൻ, എന്താണ് കോരൻ, എൻ്റെ മകൻ. ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ ആ ചെത്തുകാരനെ കുറിച്ച് പറയുന്നത്. ആ ചെത്തുകാരൻ്റെ കോരൻ്റെ മകന് 19 ദിവസത്തെ വിദേശയാത്ര നടത്താനുള്ള പണം എവിടുന്നാ പണം? ഏതെങ്കിലും കോടീശ്വരൻ്റെ പിച്ച പണവും കൊണ്ടല്ലേ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് വ്യക്തിപരമായി നിങ്ങളോടൊന്നുമില്ല, എനിക്ക് വ്യക്തിപരമായി നിങ്ങളോട് ബഹുമാനമുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇത് അവസാന റീൽ ഓടുകയാണിത്. നിങ്ങളും ദുഃഖിക്കും, നിങ്ങളെയും കുറ്റബോധം മഥിക്കും, നിങ്ങൾക്കും മനോവ്യഥ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരയും. ഇതുപോലുള്ള വൃത്തികേടുകൾ വന്ന് പരസ്യമായി വിളിച്ചു പറയുന്നതിന്. കമ്മ്യൂണിസ്റ്റുകാരന് സ്വകാര്യതയില്ല, അവനൊറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ഒറ്റ ഐഡന്റിറ്റിയാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനി കമ്മ്യൂണിസ്റ്റുകാരോട്, അതായത് താഴെത്തട്ടിലെ പാവപ്പെട്ട ഈ പിണറായി വിജയന് 19 ദിവസം വിദേശത്ത് പോകാൻ വേണ്ടി കിടന്ന് വിയർപ്പൊലിച്ച് പണിയെടുത്ത ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ട്. അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത റൗണ്ടിൽ പറഞ്ഞോളാം. വിഷ്ണു, ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവസാന റീൽ ഓടുകയാണ്. അപ്പോൾ ഓടിത്തീരുന്നതിന് മുമ്പുള്ള ഒരുപക്ഷെ അന്ത്യാഭിലാഷം എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഈ 3 രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചത്? അതിന് സംശയം എന്താണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരുടെ ഭരണം കേരളത്തിൽ അവസാന ലാപ്പിലാണ്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഈ സർക്കാരിൻ്റെ പതനം പൂർണ്ണമാകും. ഈ തീവെയിലിൽ കേരളത്തിലെ ജനത വെന്തുരുകുമ്പോൾ അവരെ ലോഡ് ഷെഡിങ്ങിൻ്റെ വരുതിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട്, അവരെ കഴുത്തിന് പിടിച്ചുകൊണ്ട്, അവരുടെ പോക്കറ്റിലിരുന്ന കാശ് ഒരു കൊള്ളക്കാരനെ പോലെ പിടിച്ചു പറിക്കാൻ തീരുമാനമെടുത്തിട്ട് മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തെയും കൂട്ടി, മന്ത്രി പരിവാരങ്ങളായ മരുമകനെയും മകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടി വിദേശത്ത് പോയി തണുക്കാൻ പോവുകയാണ്. അത്ര ചൂടായി നിൽക്കുകയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? കേരളത്തിലെ ചൂടൊന്നും കൊള്ളാതിരിക്കാൻ കണക്കിന് ഇന്തോനേഷ്യയിലേക്ക് സുഖവാസത്തിന് പോയിരിക്കുന്നു. അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും. ഈ പൊയ്യതിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി കളിയില്ല. അതെ, ദുബായ് വിട്ടൊരു യാത്ര മുഖ്യമന്ത്രിക്ക് സ്വപ്നത്തിൽ പോലുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് ഉയരുന്ന ചില പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ യാത്രയുടെ ചിലവ് വഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ സർക്കാരാണോ അതോ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയാണോ? മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും ദിവസം വിദേശത്ത് കഴിച്ചുകൂട്ടുന്നത്? മന്ത്രിസഭ കേരളത്തിൽ മുഖ്യമന്ത്രി പോയാൽ അതിനൊരു നാഥൻ കേരളത്തിൽ. വിശ്വ അസ്കർ നേരത്തെ പറഞ്ഞത് ഫിനാൻഷ്യലി സൗണ്ട് ആണ്. നോക്കൂ, മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന കേരള സംസ്ഥാനത്തെ ജനങ്ങളെ നോക്കി ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക ഇങ്ങനെ ചെയ്യരുത് മിസ്റ്റർ ഹസ്കർ. കമല ടീച്ചറുടെ കയ്യിൽ പണമുണ്ട്, ടീച്ചർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ മകൾ വലിയ കമ്പനി നടത്തുകയല്ലേ? അതായത് മകളുടെ കമ്പനിയെ പറ്റിയൊന്നും പറയണ്ട. ഈ നമ്മുടെ മാത്യു കൂടെ ഒരു കുഴലും കൊണ്ട് വിജിലൻസ് കോടതിയിൽ പോയി തിരിച്ചടി കെട്ടി വീട്ടിൽ പോയിരിക്കുന്ന പോലെ SFIയുടെ ഒക്കെ അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. മകൾ വാങ്ങിച്ച വരുമാനത്തിൻ്റെ കണക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മുഖ്യമന്ത്രിക്കും മകൾക്കൊക്കെ കാത്തിരുന്ന് അനുഭവിക്കാമെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒന്നും തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ കേരളത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ കേരളത്തിലെ ജനത ഇവിടെ ചൂടത്ത് വെന്തുരുകുമ്പോൾ അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ പണവുമായി സുഖവാസത്തിന് പോയി സുഖിച്ചു മതിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ, CPMകാരെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ യാത്രയോടൊപ്പം പോകുമായിരുന്നു. അദ്ദേഹത്തിനൊരു മരുമകനുണ്ടല്ലോ, മുഹമ്മദ് റിയാസ്, കേരളത്തിലെ അഭിനവ വിപ്ലവകാരി, കേരളത്തിലെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന മന്ത്രിസഭയും നിയന്ത്രിക്കുന്ന സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മുഹമ്മദ് റിയാസ് തന്നെ ഒരിക്കൽ സ്വകാര്യ ചാനലിന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, മന്ത്രിപ്പണി എന്ന് പറയുന്നത് നൈമിഷികമാണ്, പാർട്ടി ഞങ്ങളിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ഞങ്ങളത് ചെയ്യുന്നു, നാളെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് മടങ്ങാൻ പറഞ്ഞു, ഈ മന്ത്രിപ്പണി ഉപേക്ഷിച്ച്, അപ്പോൾ ഞങ്ങൾ മടങ്ങും. ഇങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജനങ്ങളോടുള്ള, ജനങ്ങളെയൊക്കെ ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. സ്വന്തം പാർട്ടിയിൽപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരെ പോലും ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, സ്വയം വലിയ കാറൽ മാർക്സ് മുത്തപ്പൻ എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ CPMകാരെ മുഴുവൻ ഉപദേശിച്ചുകൊണ്ട് ഇവിടുത്തെ അഴിമതിക്കാരൻ്റെയും കള്ളക്കാരൻ്റെയും കൊള്ളക്കാരൻ്റെയും പണം എടുത്തുകൊണ്ടാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും പരിവാരവും ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ, സാമ്പത്തികമായും മറ്റ് മേഖലകളിലുമൊക്കെ കേരളം ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുമെങ്കിൽ ഈ അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ അതിനൊരു എന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഉല്ലാസയാത്ര പോയിരിക്കുകയാണ്. ഇനി ഈ ഉല്ലാസയാത്രയിൽ അദ്ദേഹം ഇപ്പോൾ ആദ്യം ഇന്തോനേഷ്യ, പിന്നീട് പോകുന്ന രാജ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സിംഗപ്പൂർ, ദുബായ്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ദുബായ് വിട്ടൊരു കളിയില്ല. ഈ രാജ്യങ്ങളിലേക്ക് എന്തിനാ പോകുന്നത്? ദുബായിലേക്ക് എന്തിനാ മുഖ്യമന്ത്രി അവസാനം പോകുന്നത്? ഇവിടെ വലിയ കച്ചവട താല്പര്യങ്ങൾ,
മുഖ്യമന്ത്രിയും ചില സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന വലിയ ഡീലുകൾ ഉറപ്പിക്കാനാണ് സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയത്. പല വിവാദ വ്യവസായികളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് ഇപ്പോൾ സിംഗപ്പൂരാണ്. അവിടെ മുഖ്യമന്ത്രിയുമായി രഹസ്യ ചർച്ച നടത്തി പല കേരളത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പല നിലപാടുകൾക്കും കരാർ ഒപ്പിടാൻ വേണ്ടി അനൗദ്യോഗികമായി പോയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് വരും നാളുകളിൽ വെളിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്നു കൊണ്ട്, മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്നു കൊണ്ട് ഈ നാടിനെ മുഴുവൻ പിണറായി വിജയൻ വെല്ലുവിളിക്കുകയാണ്. അയാളെ PB മെമ്പറോ CPM മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന കാര്യമൊക്കെ നമുക്ക് മറക്കാം, അതൊന്നും നമ്മുടെ മുന്നിലുള്ള വിഷയമല്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ജനങ്ങളോട് ചെയ്തത് വലിയ കൊടുംചതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇതാണ് ഇപ്പോൾ പിണറായി വിജയന്റെ CPM-കാരുടെയൊക്കെ മുദ്രാവാക്യം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ. കേരളം കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ഇന്ത്യ സഖ്യമാണല്ലോ. എന്തേ ഒരു സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പോയി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവർ നേതൃത്വം കൊടുക്കാത്തത്? അപ്പോൾ അവർക്ക് യാതൊരു സഖ്യവുമില്ല, ആ സഖ്യത്തോട് പ്രതിബദ്ധതയുമില്ല, അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് താല്പര്യം അവരുടെ സ്വകാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും പോകാതെ മുഖ്യമന്ത്രി സ്വകാര്യതയിലേക്ക് വേണ്ടി, സുഖവാസത്തിന് വേണ്ടി, കച്ചവട താല്പര്യങ്ങളുടെ ഡീലുകൾ ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ധൃതിപ്പെട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചു, സിംഗപ്പൂർ മുഖ്യമന്ത്രി പിണറായി കണക്ഷൻ താങ്കൾക്ക് അറിയാമല്ലോ. പിണറായിയുടെ ഏറ്റവും വലിയ അനുയായി ഫാരിസ് അബൂബക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാപ്പ മരണപ്പെട്ട സമയത്താണല്ലോ അദ്ദേഹം 3 മണിക്കൂർ അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണീരൊപ്പം പോയത്. അവിടെ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനാണ് പോയത്. പക്ഷേ അതൊരു 15 മിനിറ്റോ 20 മിനിറ്റോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 3-3.5 മണിക്കൂറോളം ചിലവഴിച്ചത് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അന്ന് ഇത് വിവാദമായപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അതൊക്കെ നമുക്കറിയാവുന്നതാണ്. നോക്കൂ, ഫാരിസ് അബൂബക്കർ സിംഗപ്പൂർ ബേസ്ഡ് ബിസിനസ്മാനാണ്, ഒരു ഷേഡി ക്യാരക്ടറാണ്. അത് പറഞ്ഞത് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് VS അച്യുതാനന്ദൻ തന്നെയാണ്. നോക്കൂ, ദുബായിൽ പിണറായി വിജയന് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞൊന്നും എങ്ങനെ മുഖവിലക്കെടുക്കും എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ എങ്കിലും അവർ ആരോപണം ഉന്നയിച്ച് മാസങ്ങളേറെയായിട്ടും അവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും പിണറായി വിജയനോ പിണറായി വിജയൻ്റെ ഭാര്യയോ മകളോ മകനോ അയച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാലും ദുബായ് വിട്ടിട്ടുള്ളൊരു കളിയില്ല. എന്താണ് ദുബായിൽ നടക്കുന്നത്, എന്താണ് സിംഗപ്പൂരിൽ നടക്കുന്നത്, അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ട ഏറ്റവും മിനിമം ബാധ്യതയെങ്കിലും CPM പ്രതിനിധികൾക്കില്ലേ? അൽനബീർ, ഇതിൽ കാണേണ്ടത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിഷയം, ഇപ്പോൾ സിംഗപ്പൂരിൽ നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന വെറുക്കപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായും ഫാരിസ് അബൂബക്കറിനെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഫാരിസ് അബൂബക്കറുമായി കാണാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ സിംഗപ്പൂരിൽ ഇതിനു മുമ്പും കമല ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് സിംഗപ്പൂർ കണക്ട് ചെയ്ത് ഒരുപാട് കഥകളും ഉപകഥകളും കെട്ടുകഥകളും ഒക്കെ തന്നെ പലരും പടച്ചുവിട്ടിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ പുതിയ ഒരു കഥ ഫാരിസ് അബൂബക്കറിനെ കാണാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്വകാര്യത എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി ജീവിതത്തിൽ പഴയ കാലത്തെ പോലെ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നത് പോലെ കഴിഞ്ഞുകൂടണമെന്ന് ശാഠ്യം പിടിക്കുന്ന ചില റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമാണ് ആ നൊസ്റ്റാൾജിക് ഫീലിങ്ങോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും. കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടായേ മതിയാകും. അത് തന്നെയാണ് മാർക്സും പറഞ്ഞത്. കട്ടൻ ചായ പരിപ്പോടെ ഉപേക്ഷിച്ച പോലെ, ബിരിയാണിയിലോട്ടേക്ക് പോയതുപോലെ എല്ലാ കാലഘട്ടത്തിലും മാർക്സിനെ ഒഴിവാക്ക്, മാർക്സിനെ കൂട്ടുപിടിക്കാതെ ദയവ് ചെയ്ത്. അങ്ങനല്ല, അങ്ങനല്ല. ഇതില് നിങ്ങൾ കരുതുന്നത് ഞാൻ പറയാം, നടക്കട്ടെ. അല്ല നിങ്ങൾ കരുതുന്നത് എന്താ? പ്രത്യയശാസ്ത്രപരമായി ഇതൊരു വലിയ അടിത്തറ തകർന്നു പോകുന്ന സന്ദർശനം എന്ന അർത്ഥത്തിലാണ്. ഏതൊരു വ്യക്തിക്കും സ്വകാര്യത ഉണ്ടെങ്കിൽ ആ സ്വകാര്യത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്കും അർഹതപ്പെട്ടതാണ്. നമ്മൾ എത്തി നോക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കൂടിയാണ്. കേരളത്തിൽ എത്ര ബീച്ചുകളുണ്ട് അസ്കർ? പോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ തന്നെ പെട്ട മുഴപ്പിലങ്ങാട് ബീച്ച്
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇതാണ് ബീച്ച്, പൈസ എവിടുന്നാന്ന് ചോദിക്കാനില്ല. ഡ്രൈവിംഗ് ബീച്ചാണ്. എത്ര സുഖവാസ കേന്ദ്രങ്ങൾ. മരുമോൻ തന്നെ ഇപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്രയിടത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. അത് അപ്പുറത്ത് ജില്ലൊക്കെ പൊട്ടി. മരുമോൻ തന്നെ അല്ല, നിങ്ങൾ ഇതെല്ലാം അവസാനിച്ചിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറ. എവിടെയാണ് ഇതിന് പണം? ആരാണ് ഈ പണം കൊടുത്താൽ മാത്രം പറ. മരുമോൻ തന്നെ കേരളത്തിൽ എത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. പിന്നെ എന്തിനാണാവോ ഇന്തോനേഷ്യയും സിംഗപ്പൂരും ദുബായും ഒക്കെ? അങ്ങനെയല്ല, നമുക്കിപ്പോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒക്കെ ഉള്ള സുഖവാസ കേന്ദ്രം പോലെ അല്ലല്ലോ. സ്വാഭാവികമായിട്ട് വളരെ കൃത്യമായിട്ട് ഇക്കാര്യം പറഞ്ഞു. യാത്ര എന്ന് പറയുന്നത് പുതിയ അനുഭവങ്ങൾ. അപ്പോ അങ്ങനല്ലേ പണം ആരുടെയാണ് പണം? അല്ല, ആ പണം മാസപ്പടിയിൽ കിട്ടിയത് അല്ല, എവിടുന്നാണ് പണം ഒന്ന് മറുപടി കേൾക്കട്ടെ. ഇപ്പൊ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലേക്കും യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ കരുതുന്നത് പോലെ വലിയ തുകയൊന്നും ആവശ്യമില്ലെന്നേ. ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ യാത്ര ചെയ്യുന്നതിന് അതിഭീമമായ തുക വേണ്ടി വരും എന്ന് കരുതുന്ന അവിടെ ₹1 ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയാണ് ആ പൈസ? സംസ്ഥാന സർക്കാരിന്റെ പൈസയാണ്. അല്ല, പിന്നെ അവിടെ തെറ്റിപ്പോയി. സംസ്ഥാന സർക്കാരിന്റെ അല്ല. അല്ല അല്ല സ്വകാര്യ സന്ദർശനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പണം ഒന്നും എടുത്ത് പിണറായി വിജയൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ എവിടുന്നാണ് പൈസ? അദ്ദേഹത്തിന്റെ സ്വകാര്യ സമ്പാദ്യം ഉണ്ടാവില്ലേ? ഓ അയ്യോ, ഉണ്ട്. ₹1,72,00,000 രൂപയെങ്കിലും ഉണ്ട് സ്വകാര്യ സമ്പാദ്യം. ₹1,72,00,000. അത് മാത്രമല്ല, 2 മക്കൾ വ്യവസായവും തൊഴിലും ചെയ്യുന്ന 2 മക്കളുള്ള പിതാവ്. സ്വാഭാവികമായും ആ തുക കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ. ഇപ്പോ ഒരു 19 ദിവസത്തെ 3 രാജ്യങ്ങളിലെ യാത്രയ്ക്ക് ഒരാൾക്ക് മാക്സിമം വേണ്ടി വരുന്ന ചെലവ് എന്ന് പറയുന്നത് 80,000 രൂപയ്ക്ക് അടുത്ത് മതിയാകും. പൊന്ന് സുഹൃത്തെ, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? ഉളുപ്പുണ്ടോ? ഞാൻ ലജ്ജയുണ്ടോ? ഞാൻ ചോദിക്കുക. 80,000 രൂപ അല്ല, 80,000 രൂപ എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഏത് ലോകത്താ? നിങ്ങൾ ഈ കേരളത്തിൽ കൊല്ലത്തിലൊന്നും അല്ലേ ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്? ഇയാൾ ഏത് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? പിണറായി വിജയൻ ഏത് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? പിണറായി വിജയൻ ദുബായി പോയാൽ 7 സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇതുപോലും പഠിക്കാതെ എന്തിനാണ് സുഹൃത്തെ ഈ വലിയ ബുദ്ധിജീവിയായിട്ട് ഇവിടെ ഇങ്ങനെ ജനിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പിണറായി വിജയൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അതുപോലും അറിയില്ല. ഒരു മിനിറ്റ്, അതേ പൂർത്തിയാക്കട്ടെ. അതെ, നിങ്ങൾക്ക് ഇങ്ങനെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും വാ നിറച്ച അപവാദങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ദുബായിൽ പിണറായി വിജയൻ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്ന് അന്വേഷിച്ചിട്ട് വാ. ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടൽ ഉണ്ടല്ലോ, അതായത് ദുബായിൽ ഏറ്റവും വില കൂടിയ ഹോട്ടലാണ് താമസിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നേ. തെളിവുള്ളതുകൊണ്ടായി പറയുന്നേ. അയാൾ ഫ്ലൈറ്റില് ഏത് ക്ലാസ്സിലായി യാത്ര ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിക്കേ. ക്യാപിറ്റൽ ക്ലാസ്സിലല്ല അയാൾ യാത്ര ചെയ്യുന്നത്. അതെ, അയാൾ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യയും മകളുടെ മകനും എല്ലാം യാത്ര ചെയ്യുന്നത് എവിടാണെന്ന് അതെങ്കിലും അന്വേഷിച്ചിട്ട് ആ ചർച്ചയ്ക്ക് വരുമ്പോ. അങ്ങനല്ല, ഇതിപ്പോ നമ്മളിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്നതോ എന്നല്ലല്ലോ. ഒരു മാക്സിമം വരുന്നത് ഒരു പാക്കേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ദുബായ് വഴി യാത്രയാണ്. മാക്സിമം വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു 60 മുതൽ 80,000 രൂപ. അസ്ക, ഈ 3 രാജ്യങ്ങളിലെ 80,000 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തരുമോ? അങ്ങനെയാണ് ഞാൻ പൈസ തരാം. എനിക്ക് ഇന്തോനേഷ്യയിലും അതുപോലെ പിന്നെ നമ്മുടെ ദുബായിലും അതുപോലെ സിംഗപ്പൂരിലും പോകാൻ. അത് 19 ദിവസം വേണം എനിക്ക്. നിങ്ങൾ 80,000 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റും താമസവും ഒക്കെ തരപ്പെടുത്തി തരുമോ? നിങ്ങളെ പാക്കേജുകൾ പരിശോധിച്ചാൽ കിട്ടുന്നേ. ഇപ്പൊ അതൊന്നും വലിയ പിണറായി വിജയൻ പോകുന്ന പാക്കേജാ അല്ല, നിങ്ങളുടെ പാക്കേജ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്. പിണറായി വിജയൻ പോകുന്ന പാക്കേജ് ഞങ്ങൾക്ക് വേണ്ടത്. 80,000 രൂപ ഒരു രാജ്യത്ത് പോലും പോകാൻ പറ്റില്ല. ടിക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന് എത്ര പണമാണ്? മാത്രമല്ല അവിടുത്തെ താമസം 19 ദിവസമാണ്. 19 ദിവസം 80,000 രൂപ മതി ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. വലിയ വിഷമാണ് അഡ്വക്കേറ്റ് അസ്ക. കഷ്ടം തന്നെ. അങ്ങനല്ല, തരം താഴരുത്. അല്ല, 80,000 ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് തരൂ, ഞാൻ റെഡിയാണ് പോകാൻ. 19 ദിവസം പോകണം. എനിക്ക് 3 രാജ്യങ്ങൾ താമസം എല്ലാം വേണം, ഭക്ഷണം ഉൾപ്പെടെ.
അല്ല എനിക്ക് മിസ്റ്റർ ഹാസ്കർ, അതായത് ഇയാൾ ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100% നിങ്ങളിപ്പോ പറഞ്ഞത്. ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100%. കഷ്ടം തന്നെ. നിങ്ങൾ ഒന്നുകിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലേ? കഷ്ടം തന്നെ. അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിലും ബിസിനസ് ക്ലാസ് യാത്രയും ഒക്കെ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാൻ മതി. തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടും. ഇതൊക്കെ പുറത്തുള്ള തെളിവാ സുഹൃത്തെ. ഇതൊക്കെ എന്നേ പുറത്തു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? ഇതൊക്കെ മുഴുവൻ നേരത്തെ പുറത്തു വന്നതാണ് ഇതൊക്കെ. അയാൾ ദുബായിൽ ചെന്നാൽ ദുബായിൽ ഏറ്റവും പണക്കാരൻ താമസിക്കുന്ന ഹോട്ടലിൽ അയാൾ താമസിക്കാറുള്ളൂ. ഇതെങ്കിലും അന്വേഷിച്ചിട്ട് വേണ്ടേ ചർച്ചയ്ക്ക് വരാൻ? കഷ്ടം തന്നെ. അല്ല ഷാജാൻ, ഒരാളോട് വിമർശിക്കണമെങ്കിൽ എന്തും വിളിച്ചു പറയാം. എന്തുമല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. അല്ല, എന്തും വിളിച്ചു പറഞ്ഞത്. ഞാൻ വിളിച്ചു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ ദുബായിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നര് താമസിക്കുന്ന ഹോട്ടലിലെ താമസിക്കാറുള്ളൂ. ഇതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇതെന്തുമല്ല, ഇത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങേക്ക് അതിന്റെ തെളിവുണ്ടെങ്കിൽ അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം താമസിച്ചത് അവിടെയാണ്. ഷാജാൻ പറയുന്ന ഹോട്ടലിലാണ്, ഹയാത്തിലാണ്. നിങ്ങൾ ഈ കൊല്ലത്ത് പൊട്ടക്കിണറ്റിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും അറിയാം. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ചർച്ചയ്ക്ക് പോകുന്നതിനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നാണക്കെട്ട് പോകും. ഷാജാൻ അസ്കറിന് അറിയാത്തതല്ല, അസ്കർ മനഃപൂർവ്വം അതൊക്കെ മറച്ചു വെക്കുകയാണ്. അല്ലാതെ അസ്കറിന് അറിയാൻ തന്നെ. ഇത്രയും മീനാവരുത് ഒരു സീനിയർ അഡ്വക്കേറ്റ്. ഒരു മിനിറ്റ്. പിന്നെ അഡ്വക്കേറ്റ് ഹസ്ക, ഇപ്പൊ ഈ ഒരു സമയത്ത് എന്തായിരുന്നു ഇത്ര തിടുക്കത്തിൽ 19 ദിവസം വിദേശത്ത് പോകാനുള്ള ആ പ്രചോദനം എന്താണ്? ഒരു ചോദന കാണുമല്ലോ. അങ്ങനല്ല, അങ്ങനെ ചോദ്യം സഖാവ് പിണറായി വിജയനോട് തന്നെ ചോദിക്കണം. കാരണം അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് മാത്രം അറിയാവുന്ന. നടക്കില്ല. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊന്നും നടന്ന ചരിത്രമില്ല. ഇനി ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന വലിയ ആളാണല്ലോ ഇയാൾ. CPM ഏറ്റവും കൂടിയ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ. ഇന്ത്യയിലെ ആകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണല്ലോ ഇയാൾ. ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇയാളുടെ ഉത്തരവാദിത്വം എന്താ? ഇയാളുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോയി അവിടെ പ്രചരണം നടത്തുക എന്നുള്ളതല്ലേ അയാളുടെ ഉത്തരവാദിത്വം. അയാൾ മുഖ്യമന്ത്രിയല്ലേ. MA ബേബി എവിടെയാണെന്ന് അറിയാവോ ഹസ്കറിന്? ആന്ധ്രയിൽ അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രചരണം നടത്തുകയാണ് MA ബേബി. വൃന്ദ കാരാട്ട് അവര് ആന്ധ്രയിൽ പ്രചരണം നടത്തുകയാണ്. മണിക് സർക്കാർ അയാൾ പശ്ചിമ ബംഗാളിൽ പ്രചരണം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കറിയില്ല, അങ്ങനെ വരുമ്പോൾ CPM-ന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്ന പിണറായി വിജയൻ അതിനിർണായകമായ തെരഞ്ഞെടുപ്പ്. മോദി 3ാം തവണ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഇല്ലാതാവുന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നോടും നിങ്ങളോടും ഒക്കെ. ആ പിണറായി വിജയൻ CPM നടത്തുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ അയാൾ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകേണ്ടതിന് പകരം ഉളുപ്പുണ്ടാ എൻ്റെ ഭാസ്കറെ, ഉളുപ്പ്, ലജ്ജയുണ്ട് അയാൾക്ക്. ആ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ, ചിഹ്നം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിൽ, ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്കില്ലേ സാർ? ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും അദ്ദേഹത്തിന് നിക്ഷിപ്തമായ ഉത്തരവാദിത്തം അദ്ദേഹം അത് നിറവേറ്റേണ്ടതല്ലേ? അപ്പോൾ ഒളിച്ചോടുന്നതല്ലേ? അതോ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല, പാർട്ടിയുടെ അനുമതി, കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി ഒക്കെ വാങ്ങിയിട്ടാണ് അദ്ദേഹം ഈ യാത്ര ചെയ്തത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തരമൊരു സ്വകാര്യ യാത്ര ചെയ്യുന്നതിന് പാർട്ടിയുടെ അനുമതി ഉണ്ടാവും. അതനുസരിച്ച് വളരെ നേരത്തെ പിണറായി വിജയന്റെ അനുമതി വാങ്ങിയിട്ട് യാത്ര ചെയ്യുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ അനുവാദം വാങ്ങിയിട്ടാണ് സീതാറാം യെച്ചൂരി അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. അത് പിണറായി വിജയൻ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് സീതാറാം യെച്ചൂരി വണ്ടിക്ക് ഇന്ധനം അടിക്കുന്നത് അവിടെ. സീതാറാം യെച്ചൂരി യഥാർത്ഥമല്ല, പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോയി ജോലി ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ചാർമിനാർ വാങ്ങുന്നത് അങ്ങനെയാ, അദ്ദേഹം അതല്ലേ വലിക്കുന്നത്. അത് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസയാണ് പറയുന്നത്. അതല്ല, അടിസ്ഥാനപരമായി ഈ വിമർശനങ്ങൾ വില കുറഞ്ഞതായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് എന്തും പറയാനും എന്ത് അപവാദങ്ങൾ പറയുന്നതിനുള്ള വേദിയായി ഇത് മാറരുത്.
ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കുക. അത് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പരമപ്രധാനമായി ഉന്നയിക്കാൻ. അസ്കർ ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൾ ഇവരെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയായിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുക്കാതിരുന്നാൽ പോരെ, ഈ യാത്ര ചെയ്യാൻ കഴിയുമോ? അല്ല, കേന്ദ്രം എങ്ങനെ അനുമതി കൊടുക്കാതിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ യാത്രയ്ക്ക് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ ആരുടെ അനുമതി നിഷേധിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനില്ല. അല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലാണ്. നിയമപരമായി വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. അത് കേന്ദ്ര സർക്കാർ നിഷേധിക്കാൻ കഴിയില്ല. അത് വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇന്ന് അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ പ്രശ്നം. അദ്ദേഹം യാത്ര ചെയ്യുന്നതോ ചെയ്യാത്തതല്ല, അതിന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ യാത്രയ്ക്ക് 16 ദിവസം മാറ്റിവെക്കപ്പെടുന്നു. അതിനുള്ള പണം എവിടെ നിന്നാണ്? സംസ്ഥാനത്തെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകും? ഭരണം പകരം ഇവിടെ ആർക്കാണ് ചാർജ് നിശ്ചയിക്കുന്നത്? ഇതിലേക്കുള്ള പണം ചെലവിടുന്നത് ആരാണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അല്ലാതെ മുഖ്യമന്ത്രിക്ക് അനുമതി കിട്ടുകയില്ല. അത് സ്വാഭാവികമായ ഒരു പൗരന്റെ അവകാശം മാത്രമാണ്. അല്ല, ആർക്കെങ്കിലും ചുമതല കൈമാറിയതായിട്ട് അറിവുണ്ടോ? അങ്ങനെ അന്നമ്പേർ അങ്ങനെ ചുമതല മുഖ്യമന്ത്രി സ്ഥലത്തില്ല എന്നുള്ളത് കൊണ്ട് ചുമതല കൈമാറുന്ന ഒരു പതിവ് മുമ്പും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു അത്തരത്തിൽ ചുമതലകൾ കൈമാറേണ്ട ആവശ്യകത. അല്ല, ഗവർണറെ അറിയിക്കണം എന്ന ഉണ്ടോ? ഗവർണറെ അറിയിച്ചില്ല എന്ന് കേൾക്കുന്നുണ്ട്. ആരെ? ഗവർണറെ അല്ല, അതൊക്കെ അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കും. ഇല്ല, അറിയിച്ചില്ല എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം നാളെ ഓൺലൈനിൽ മന്ത്രിസഭാ യോഗം വിളിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം അത് മാറ്റിവെച്ചിരിക്കുക. ഇനിയിപ്പോൾ നാളെ ആ സമയത്തായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കടലിലോ നീന്തി കുളിക്കാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും, അല്ലാതെ മറ്റെന്താ അസൗകര്യ? അല്ല, നമുക്ക് അദ്ദേഹത്തിന്റെ അസൗകര്യത്തെ ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ കഴിയെങ്കിൽ അല്ല, മറ്റെന്താ സൗകര്യമാണ്? അഡ്വക്കേറ്റ് അസ്ക അവിടുത്തെ സമയം നോക്കൂ. ഇപ്പൊ അദ്ദേഹം ചികിത്സയ്ക്കാണ് പോയിരുന്നെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു അദ്ദേഹത്തിന് വ്യക്തിപരമായ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയാത്ത അസൗകര്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്തിനു പോകുന്നു, എന്തിനൊക്കെ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നു? പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം സർക്കാരിന്റെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു? മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു മന്ത്രിസഭാ യോഗം മാറ്റിവെക്കുന്നത്. ഒരു അനവസരത്തിൽ അദ്ദേഹത്തിന് അത്ര എന്ത് പ്രതിസന്ധി ഈ നാളെ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണം? ഇന്ത്യയിലെയും ഇന്തോനേഷ്യയിലെയും സമയം എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ പിറകിലോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നോക്കൂ, എന്താണ് അസൗകര്യം? അദ്ദേഹത്തിനുള്ള അസൗകര്യം എന്താണ്? നാളത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ അസൗകര്യം കാരണം മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. എന്താണ് അദ്ദേഹത്തിന്റെ അസൗകര്യം? അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടാണല്ലോ പോയിരിക്കുന്നത്, അല്ലേ? മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അഡ്വക്കേറ്റ് അസ്ക. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും. എന്താണ് അസൗകര്യം എന്നുള്ളത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോദിക്കാം. അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയേണ്ടതല്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കളെന്നല്ല ആർക്കും അറിയില്ലെന്നേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും അറിയില്ല. മുഖ്യമന്ത്രി മാറ്റിവെക്കാൻ പറഞ്ഞു, മാറ്റിവെച്ചു. ഇത്ര മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരമുള്ളൂ. അത് ഉദ്യോഗസ്ഥർ അനുസരിക്കുന്നു. അതിനുള്ള അറിയിപ്പ് കൊടുത്തു. അല്ല, എന്താണ് അസൗകര്യമെന്നോ എന്തുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്നോ യാതൊരുവിധ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടില്ല സാർ. അത് താങ്കൾ മനസ്സിലാക്കുക. ഒറ്റ കാര്യം കൂടി, അഡ്വക്കേറ്റ് അസ്കറിന് പോകണമെന്ന് പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു, 8:15 താങ്കളെ ഫ്രീ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. യെസ്, അതിനും ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ ഇരിക്കട്ടെ, സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അങ്ങനെ ഞാനിതാ 19 ദിവസത്തേക്ക് പുറത്തു പോവുകയാണ് കുടുംബവുമായിട്ട്. ഒരു അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിക്കഴിഞ്ഞാൽ അവിടെ തീരുന്നല്ലേ ഉള്ളൂ. എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് അതിരാവിലെ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോഴൊക്കെയാണല്ലോ സംശയം ഉയരുന്നത് അഡ്വക്കേറ്റ് അസ്ക. അല്ല, അത് അത്തരം കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിലൊക്കെ യാത്രയെ സംബന്ധിച്ച് പിശകുകൾ ഉണ്ട് എങ്കിൽ അത് പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ അഡ്വക്കേറ്റ് അസ്കർ, താങ്കൾ തുടരുന്നില്ലല്ലോ, പോവല്ലേ? അതെ.